അദ്ദേഹത്തിന് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് വീണ്ടും അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടും. അതെ അതെ അത് തന്നെ അതെ അതിനെ സംബന്ധിച്ച് കൂടുതൽ ഞാൻ കൂടുതൽ ഞാൻ സംബന്ധിച്ച് വിശദീകരിക്കുന്നില്ല. അത് അന്വേഷണം നടക്കട്ടെ. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വരുമ്പോൾ കുടുംബവും അതിനകത്തപ്പെടും. അവരും പറയട്ടെ കാര്യം. വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ജനം സൃഷ്ടിച്ചതായിട്ടുള്ള ഒരു നാടകമാണ് ജനം. അതിനനുസരിച്ച് ജനം അതിനു വേണ്ടിയിട്ട് ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അത് ഈ നാട് തിരിച്ചറിയുന്നുണ്ട്, ഈ മുല്ലൂർ പ്രദേശം തിരിച്ചറിയുന്നുണ്ട്, ഈ കടകംപള്ളി പ്രദേശം തിരിച്ചറിയുന്നുണ്ട്. കടകംപള്ളിയിലെ വോട്ടെണ്ണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, മുല്ലൂർ പ്രദേശത്ത് വോട്ടെണ്ണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾ പ്രത്യേകം സെറ്റിട്ട്, ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകം സെറ്റിട്ട് അവിടെ അല്ലാതെ മുല്ലൂർ ക്ഷേത്ര പരിസരത്തായിരുന്നില്ല ഇവരുടെ സെറ്റ് വേറെ ഏതോ പരിസരമായിരുന്നു. മുല്ലൂരിലെ പൂജാരി ആയിരുന്നില്ല അതിനുവേണ്ടി സംസാരിച്ചത്. ഒരിക്കലും ആ മുല്ലൂർ ക്ഷേത്രത്തിൽ വരാത്തൊരു പൂജാരി അതായത് മുല്ലൂരിലെ പൂജാരിയല്ല അവിടെ സംസാരിച്ചത്, വേറെ ഏതോ ഒരു പൂജാരി കൊണ്ട്. ആ പൂജാരി എല്ലാം അന്വേഷണത്തിനകത്ത് വരും. ആ സെറ്റ് എവിടെയാണെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കും. അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ആരായിരുന്നു പ്രധാന എതിരാളിയായിട്ട്? പ്രധാന എതിരാളി നിശ്ചയമായിട്ടും BJP തന്നെയായിരുന്നു. പഴയ ഒരു ജില്ലാ സെക്രട്ടറി എന്നുള്ള രീതിയിൽ തിരുവനന്തപുരം ജില്ല മൊത്തം എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, സത്യത്തിൽ 12 സീറ്റ് കിട്ടിയാലും അത്ഭുതപ്പെടേണ്ട. ആ നിലയിൽ അതെ 14 സീറ്റ് കിട്ടിയാലും അത്ഭുതപ്പെടേണ്ട. കഴിഞ്ഞ പ്രാവശ്യം 13 സീറ്റ് കിട്ടിയിരുന്നുള്ളൂ. ഇപ്രാവശ്യം കോവളം കൂടി കിട്ടിയാലും അത്ഭുതപ്പെടേണ്ട. കാരണം എല്ലായിടത്തും വൻ വികസന പ്രവർത്തനങ്ങളാണ് നടന്നത്. വികസന പ്രവർത്തനങ്ങളോടൊപ്പമാണ് ജനങ്ങൾ, അല്ലാതെ വിവാദങ്ങളോടല്ല. ജനങ്ങളത് തുറന്നു പറയുന്നുണ്ട്. നമ്മൾ എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിക്കുന്നതല്ലേ. എല്ലാ 14 മണ്ഡലങ്ങളിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ രാത്രി ഒരുമിച്ചിരുന്ന് ആലോചിക്കാറുണ്ട്. ഒരുമിച്ചിരുന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓൺലൈനായിട്ടും ഒക്കെ തന്നെ പരസ്പരം ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. 14 മണ്ഡലങ്ങളും ജയിക്കും. സത്യമായിട്ടും അതാ വരുന്നത്. കാരണം ഒരു സ്ഥലത്തും ഒരു MLA-ക്കെതിരെയായിട്ടും വേറെ ഒരു തരത്തിലുള്ള ആക്ഷേപമില്ല. റോഡ് ചെയ്തില്ലെന്നുള്ള ആക്ഷേപമില്ല, സ്കൂൾ ചെയ്തില്ലെന്നുള്ള ആക്ഷേപമില്ല, പിന്നെ ആശുപത്രി നന്നാക്കിയില്ല, അവിടെ പുതിയ കെട്ടിടം വന്നില്ലെന്നുള്ള ആക്ഷേപമില്ല. ഒരു തരത്തിലുള്ള ആക്ഷേപങ്ങളും ഒരു നിയമസഭാ സാമാജികനെതിരെ ആരും ഉന്നയിക്കുന്നില്ല. ചില ആളുകൾ ഉന്നയിക്കുന്നത് ഇത് വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമേ നടന്നു. അതൊന്നും ജനങ്ങൾക്ക് ഒരു കാര്യമല്ല. എല്ലാവരും ജയിക്കും, യാതൊരു സംശയമില്ല, എല്ലാവരും ജയിക്കും. അങ്ങ് വർക്കല മുതൽ പാറശാല വരെ. പാറശാലയെല്ലാം വോട്ടെണ്ണുമ്പോഴത്തേക്ക് BJP-യുടെ കണ്ണ് തള്ളിപ്പോകും. പാറശാല വോട്ടെണ്ണുമ്പോഴത്തേക്ക് അതാ വരാൻ വേണ്ടി പോകുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കായിരുന്നു. കഴക്കൂട്ടത്ത് വലിയ പോരാട്ടം നേരിടുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് കടകംപള്ളി സുരേന്ദ്രൻ. BJP ആണ് മുഖ്യ എതിരാളി എന്ന് കടകംപള്ളി പ്രഖ്യാപിക്കുകയും ചെയ്ത പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കണം. ശ്രീജിത്ത്, ഈ നേരത്തെ പറഞ്ഞ പോലെ കേരള കോൺഗ്രസുകളുടെ ഒരു വിളഭൂമിയാണ്. സ്വാഭാവികമായും തങ്ങളുടെ വോട്ടർമാരെ എത്തിക്കുക എന്നുള്ളത് വലിയൊരു ബാധ്യതയായി അവർ ഏറ്റെടുക്കുകയും ചെയ്യും. ജോസ് കെ മാണിയൊക്കെ കടുത്ത പോരാട്ടം പാലയിൽ നേരിടുന്നു. പൂഞ്ഞാറിലും പാലയിലുമൊക്കെ ത്രികോണ പോരാട്ടത്തിൻ്റെ പ്രതീതിയുണ്ട്. ഇതനുസരിച്ചുള്ള ആവേശം ഈ മണ്ഡലങ്ങളിൽ ഉണ്ടായാൽ പോളിംഗ് ശതമാനം കുത്തനെ ഉയർന്നേക്കാം, അല്ലേ? രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ് സാധ്യത. പോളിംഗ് ശതമാനം സാധാരണ ഇത്രയധികം വലിയ പോരാട്ടം നടക്കുന്ന സാഹചര്യത്തിൽ ഉയരാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ഈ സമീപകാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള പല തെരഞ്ഞെടുപ്പുകളിലും പോളിംഗ് ശതമാനം കുറയുന്നു. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൻ്റെ ഒരു സാഹചര്യം കൂടി അതാണ്. നമുക്കറിയാം, ഈ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള പലരും വിദേശത്തേക്കൊക്കെ ചേക്കേറിപ്പോയ സാഹചര്യമുണ്ട്. അത് ഇപ്പോഴും തുടരുന്ന സാഹചര്യമുണ്ട്. ആ വിഷയം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര ശതമാനം വോട്ടർമാർ എത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പല മണ്ഡലങ്ങളിലും SIR വന്നതോടുകൂടി വലിയ രീതിയിൽ വോട്ട് ഇല്ലാതാകുന്ന, വോട്ടർ പട്ടികയുടെ ആ ഒരു എണ്ണം ശുഷ്കിക്കുന്ന നിലയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാകും പുതിയ കണക്ക്, അതായത് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലെ പോലൊരു കണക്ക് കൂട്ടൽ ആയിരിക്കില്ല ഇത്തവണ ഉണ്ടാകുക. ഈ പലയിടത്തും ഇപ്പോൾ കോട്ടയത്തിൻ്റെ കാര്യം തന്നെ ഒരു ഘട്ടത്തിൽ കെ അനിൽകുമാറിനെ പോലുള്ള സ്ഥാനാർത്ഥികൾ ചൂണ്ടിക്കാണിച്ചത് ഏതാണ്ട് 27,000 വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കോട്ടയം നഗരത്തിൽ നിന്നുള്ള വോട്ടുകളാണ് കുറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. തിരുവഞ്ചൂർ അത് തിരുത്തുന്നുണ്ട്, അതിൽ പലതും വീണ്ടും ചേർത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇങ്ങനെ പുതിയ ചില കണക്കുകൾ കൂടി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്, SIR വന്ന ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ. അതുകൊണ്ട് തന്നെ ശതമാനക്കണക്ക് മാത്രമല്ല, പോൾ ചെയ്യപ്പെടുന്ന വോട്ടുകളുടെ എണ്ണവും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നിലയിലുള്ള കണക്കുകൂട്ടലുകളിലാണ് ഇപ്പോൾ എന്തായാലും മുന്നണികൾ ഉള്ളത്. രഞ്ജിത്ത്.
തീർച്ചയായും കോട്ടയത്ത് വലിയ രാഷ്ട്രീയ പോരാട്ടമുണ്ട്. അവിടെ അടക്കം പോളിംഗ് ശതമാനം ഉയരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇത്തവണ ഒരു ത്രികോണ പോരാട്ടത്തിൻ്റെ പ്രതീതി സംസ്ഥാനത്തെ ഏതാണ്ട് 10-30 മണ്ഡലങ്ങളിലെങ്കിലും ഉണ്ട് എന്നുള്ളതാണ്. അതനുസരിച്ച് ഈ 3 മുന്നണികളുടെയും വോട്ടർമാർ ബൂത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായാൽ കഴിഞ്ഞ പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനവ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടർമാർ മുന്നണി സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യാനായി ക്യൂ നിൽക്കുന്ന കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.